ഇടതൻ ഭരിച്ചാലും വലതൻ ഭരിച്ചാലും നമുക്ക് മത തീവ്രവാദികളോട് മൃദു സമീപനം സ്വീകരിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതായത് മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കറിയാം. അതിലൊക്കെ വി ഡി സതീശൻ സ്വീകരിച്ച ചില നിലപാടുകൾ നമുക്കറിയാം. അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ വലിയ രൂപത്തിലുള്ള ഗൗരവപരമായിട്ടുള്ള ചലനങ്ങൾ നമുക്കറിയാം. ഇതൊക്കെ ആശങ്കപ്പെടുത്തുന്ന സാധനങ്ങളാണ്. അതായത് രാഷ്ട്രീയ നേതാക്കൾ സാമുദായിക ശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങുമ്പോൾ വലിയ രൂപത്തിൽ നമ്മൾ പ്രതിസന്ധിയിലായി പോകും. മതേതരത്വം പ്രതിസന്ധിയിലാകും. ജനാധിപത്യം ചവറ്റുകുട്ടയിൽ എറിയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് നടത്തുന്ന നീക്കങ്ങൾ മതേതരത്വത്തിന് ഭീഷണിയാണ്. തീവ്ര നിലപാടുകളോടുള്ള മൃദു സമീപനം വലിയ രൂപത്തിൽ ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. ചില സംഘടനകളുടെ തീവ്രമായ ആശയങ്ങളെ എതിർക്കേണ്ടതിന് പകരം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അവരെ പ്രീണിപ്പിക്കുന്നത് ഭാവിയിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. എല്ലാ മേഖലകളിലും ഇവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും വോട്ട് ബാങ്ക് വെച്ച് മതമൗലികവാദികളോട് ഇത്തരം സമീപനം സ്വീകരിക്കുന്നത് അത്തരം ശക്തികൾക്ക് വളരാൻ വളക്കൂറുള്ള മണ്ണായിട്ട് കേരളം മാറും. ഏതു മതത്തിൽപ്പെട്ടവരായിരുന്നാലും ശരി, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കാൻ ഭരണാധികാരികൾ തയ്യാറാകണം. രാഷ്ട്രീയ നേതാക്കൾ മതനേതാക്കളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയാൽ പോലീസ് സംവിധാനത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയില്ല. അതുപോലെ രാഷ്ട്രീയക്കാർക്ക് പുറമെ പൊതുസമൂഹം ഇത്തരം വിഘടനവാദ ആശയങ്ങളെ തള്ളിക്കളയണം. വി ഡി സതീശനെ പോലെയുള്ള മതനേതാക്കൾ സാമുദായിക സംഘടനകളുമായി പുലർത്തുന്ന അടുത്ത ബന്ധം, അവരോടുള്ള മൃദു സമീപനം വലിയ രൂപത്തിൽ ആശങ്കയാണ്. തീവ്രവാദങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് മൗനാനുവാദമായി മാറരുത് കേരളം. മതേതരത്വം എന്നത് എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കാണുന്നതിനുള്ള ഒരു പ്രവണതയാണ് ഉയർന്നു വരേണ്ടത്. മതതീവ്രവാദത്തെ എതിർക്കാനും സാധിക്കണം. ഇതിനകത്ത് വിട്ടുവീഴ്ച സംഭവിച്ചാൽ ഞാൻ ഭയപ്പെടുന്നത് പോലെ തീവ്രവാദം വളരാനേ അത് സഹായകരമാകും. കയറി വന്നിട്ട് സംസാരിക്കുക, സ്പീക്കർമാരുണ്ടെങ്കിലൊക്കെ സംസാരിക്കുക. എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാം പൊളിറ്റിക്കലാണ്. നമ്മൾ രണ്ടുപേരുടെയും നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ. ഇനി മറ്റുള്ളവർക്കും അതേ അഭിപ്രായം തന്നെയാണോ നമുക്ക് നോക്കാം. ഓക്കെ, പറയുന്നത് കേൾക്കാം. ഏതായാലും ആളുകൾ ഉണ്ടെങ്കിൽ സംസാരിച്ചോളൂ. കേട്ടോ, വർക്കിനിടക്കായിരുന്നു ഞാൻ. കേൾക്കുന്നില്ലടാ. കേൾക്കുന്നില്ല. മൈക്ക് ഓണാണ്, കേൾക്കുന്നില്ല. ഈ റീസെന്റ് ആയിട്ട് നമ്മുടെ പോലീസ് ആക്ട് ഇന്ത്യ മുഴുവനുള്ളത് സെൻട്രൽ ലോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഇനി ഇവിടെ വരാൻ പോകുന്ന നമ്മുടെ പോലീസിന്റെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നല്ല കട്ടസംഖ്യകളും നാഷണലിസ്റ്റുകളൊക്കെയാണ് ഇനി പോലീസിന്റെ സിസ്റ്റം നിയന്ത്രിക്കാൻ പോകുന്നത് പല രീതിയിൽ. ഇവർക്ക് പണ്ടത്തെ പോലെ അങ്ങനെ ഒരു കള്ളക്കേസ് എഴുതിയും ഉടായിപ്പ് എഴുതി ഉണ്ടാക്കിയും ഒരു തട്ടിക്കൂട്ടുണ്ടാക്കിയും അല്ലെങ്കിൽ ഒരുത്തനെ ശരിക്കുള്ള ഒരു കേസിനകത്താണെങ്കിൽ അതിനകത്ത് വരുത്തി തീർത്തൊന്നും ഇനി രക്ഷപ്പെടാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BNS ഒക്കെ അപ്ഡേറ്റ് ചെയ്തതും ഇതിന്റെയൊക്കെ ഡിജിറ്റൈസേഷനും അങ്ങനത്തെ ഒത്തിരി സാധനങ്ങളിൽ ഇതില് ഹ്യൂജ് എമൗണ്ട് കൺട്രോൾ എന്താണ് കൃത്യം നടക്കുന്നത്. അതായത് ഒരുത്തന്നെ ഒരു കള്ള FIR ഇട്ട ദിവസങ്ങൾക്കാവും അവനതിന് ഉത്തരം പറഞ്ഞു തുടങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയുള്ള ഒരു കാര്യം. പിന്നെ ഈ പറയുന്ന പോലീസ് സംവിധാനം എന്തൊരു അപകടകരമാവുന്നു. പോലീസ് സംവിധാനത്തിനകത്ത് തന്നെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതിനെതിരെ അതിൻ്റെതായ പണി നടക്കും എന്നുള്ളത് വേറൊരു കാര്യമാണ്. നമ്മളിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി എന്താണ് ചെയ്യേണ്ടത്, ഇവിടുത്തെ അവസ്ഥ എന്താണ്, ഇതെന്തൊക്കെ നടത്താൻ ഇവന്മാർ ശ്രമിക്കും, അതിൽ എന്തൊക്കെ തടയേണ്ടി വരും, എന്തൊക്കെ അവന്മാര് കാട്ടിക്കൂട്ടി കഴിഞ്ഞിട്ട് അവരുടെ എതിരെ ഉപയോഗിക്കേണ്ടി വരും, ജനത്തിന് വലിയ ശല്യമില്ലാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് നടക്കുകയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ഇവർക്ക് ഒരു സ്റ്റേറ്റിലെ അസംബ്ലി കൺട്രോൾ മാത്രമാണ് സത്യത്തില് ഇതിനകത്തുനിന്ന് കിട്ടുന്നുള്ളൂ.
അല്ലാതെ ഇവർക്ക് ഇനി ഒരു കേരളം ഒരു ബംഗാളാക്കി തീർക്കുക എന്ന് പറഞ്ഞ സ്വപ്നം കോയയ്ക്ക് ഇപ്പൊ ഉണ്ടെങ്കിലും അടുത്ത കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ കോയയ്ക്ക് മനസ്സിലാവും ഒരു കേരളത്തെ ഒരു ബംഗാളാക്കി തീർത്ത് ഞമ്മന്റെ രാജ്യം പതുക്കെ ആക്കാനുള്ള നടപടി സതീശനല്ല മറ്റേ തങ്ങളെ നേരിട്ട് പിടിച്ചിരുത്തിയാൽ പോലും നടക്കൂല എന്നുള്ള കാര്യം കോയമാര് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ വലിയ സങ്കടത്തോടു കൂടി മനസ്സിലാക്കാൻ പോവുകയാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കുറവും. ജിഹാദി കടന്ന് പൊളയ്ക്കും. അത് അവന്റെ ഉള്ളിലുള്ള ഒരു ഇത് വരുന്നതാണ്. അത് അവൻ സോഷ്യൽ മീഡിയയിൽ ശരിക്കും കാണിക്കും അവന്റെ സ്വഭാവം. അത് പക്ഷെ ഒന്നും അവന് ചെയ്യാൻ കഴിയില്ല. അതിനുള്ള സാഹചര്യങ്ങള് കുറഞ്ഞു വരാണ്. കൂടല്ല, അതിന്റെ കുറഞ്ഞു വരാണ്. നമ്മൾ കുറഞ്ഞു വരിക എന്ന് പറയുമ്പോൾ അവരെ നിസ്സാരമായി കാണുന്നതായിരിക്കും. അത് കുറഞ്ഞു വരുന്നതിന്റെ കാരണം അവരുടെ ശക്തിയേക്കാൾ എതിരാളികളുടെ ശക്തി കൂടി എന്നുള്ളതാണ്. അവരുടെ എതിരാളികളുടെ ശക്തി കൂടി എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം എന്നൊറ്റൊന്നേ ഉള്ളൂ. പരിഹാരം നമ്മൾ ഈ രാജ്യം ഭരിക്കുന്ന ആളുകളെ ശക്തിപ്പെടുത്തുക, അവരുടെ സംഘടനയെ ശക്തിപ്പെടുത്തുക, അവരുടെ കൂടെ നിൽക്കുക. അത് മാത്രമേ ഏക പരിഹാരമുള്ളൂ. നമ്മൾ വിഘടിച്ചു പോയി കഴിഞ്ഞാൽ അവര് നമ്മളെ ഇല്ലായ്മ ചെയ്യും. ഒരുമിച്ച് നിൽക്കണം. ഇപ്പൊ ആസാമിലുണ്ടല്ലോ 60% ഹിന്ദുക്കളും ഉള്ളു അവിടെ. പക്ഷെ അവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. 60% ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നത് 50% കൂടുതൽ തന്നെ ചെയ്യുന്നത് അവിടെ BJPക്കാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ അവർക്ക് പ്രശ്നങ്ങളില്ല. അതിന്റെ അവിടെ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു കയറിയ ആളുകളൊക്കെ അവര് ബംഗ്ലാദേശിലേക്ക് തന്നെ മെല്ലെ അവര് ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ജനസംഖ്യ കൂടരുത് എന്നുള്ളത് അവര് കണക്കായി വെക്കുന്നുണ്ട്. മനസ്സിലായോ? അതിനനുസരിച്ച് അവർ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ മൊത്തം നമ്മൾ ശക്തരാണ്. 22 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്. ഈ 22 സംസ്ഥാനങ്ങളിലും കോയടവില്ലാത്ത കളിയൊന്നും നടക്കൂല. പിന്നെ കോൺഗ്രസ്സാനം ഭരിക്കുന്ന ചില സ്ഥലങ്ങളിൽ അവർ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അവരുടെ ഫ്രസ്ട്രേഷൻ കാട്ടിക്കൂട്ടുമെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ കളത്തിലിറങ്ങി കളിക്കാനുള്ള ശക്തിയൊന്നും എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? അതിനുള്ള സമയമൊന്നും ആയിട്ടൊന്നുമില്ല. അവര് വീരവാദളക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് അവരുടെ ഇസ്ലാമിന്റെ കീഴിൽ നിൽക്കണം, എല്ലാവരും ഞങ്ങൾ പറഞ്ഞ മാതിരി നിൽക്കണം, ഞങ്ങളെ കീഴിൽ നിൽക്കണം, അങ്ങനത്തെ ഒരു ചിന്താഗതി എല്ലാ ആളുകൾക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവര് റോട്ടുമെന്നൊക്കെ വിളിച്ചു പറയും. RSSകാരന്റെ വീടറിയാം, വീട്ടിലേക്കുള്ള വഴി അറിയാം, ഭാര്യ പോകുന്ന സ്ഥലം അറിയാം, കുട്ടി പഠിക്കുന്ന വീടറിയാന്നൊക്കെ പറയും. പക്ഷെ RSSകാരൊന്നും ഉണ്ടൊന്നുമില്ല. RSSകാർ ഒറ്റ റിപ്പോർട്ട് എടുക്കുള്ളൂ. ഇവൻ ഏത് വരെ ഓടിയാ ഇവിടെ ഒഴിക്കും, ഇവിടുന്ന് ഗൂഗിൾ പേ ചെയ്യും. അത് മാത്രമേ അവരെടുക്കുള്ളൂ കണക്ക്. കൂടുതൽ ഡയലോഗ് ഒന്നും റോട്ടുമെന്ന് അവരില്ലല്ലോ. മനസ്സിലായോ? എടുത്ത് നേരെ തീഹാർ ജയിലിലോട്ട് കൊണ്ടിടും. അതിനുള്ള സന്നാഹവുമായിട്ട് ചെറിയ ഓപ്പറേഷനല്ല, ഓപ്പറേഷൻ ഒക്ടോബസ് എന്നുള്ളതാണ്. കോയ ഞെട്ടിപ്പോയി. മനസ്സിലായോ? പിന്നെ ഇന്ത്യൻ മിലിറ്ററിയെ ഇറക്കാൻ കോയ വല്ലാതെ മെനക്കെടുക്കൂല. മനസ്സിലായോ? അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സതീശനല്ല, ഏത് സതീശൻ വന്നു കഴിഞ്ഞാലും. സുപ്രു, ഒരു കാര്യം ചോദിക്കട്ടെ. എപ്പോഴായിരുന്നു ഈ ചെങ്കോട്ടയില് ഡോക്ടർമാരെല്ലാം കൂടി ഭീകരാക്രമണം പ്ലാൻ ചെയ്തത്? ഏതെങ്കിലും 1990-കളിലായിരുന്നോ? ഞാനിത് ഫുള്ളായിട്ട് ഇല്ലാതെയായി എന്നല്ലല്ലോ പറയുന്നത്, കുറഞ്ഞിട്ടുണ്ട് എന്നല്ലേ പറയുന്നത്. സുപ്രു അതിനെ തടയിട്ടു എന്നുള്ളത് നേരാ. ഒരു പക്ഷേ അന്ന് തടയിട്ടിട്ടില്ലായിരുന്നെങ്കിൽ വലിയ രൂപത്തിൽ ഒരു നാശനഷ്ടങ്ങൾ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകുമായിരുന്നു. അപ്പോ കഴിഞ്ഞ ദിവസമല്ലേ സുപ്രീം കോടതിയിൽ ജഡ്ജായിട്ട് ഒരു PFIക്കാരന്റെ ഭാര്യ വരുന്നതിന് തടയിട്ട ഒരു വാർത്ത നമ്മൾ കണ്ടത്? 10ഓളം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് NIA തൂക്കിയെടുത്ത് സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുന്നത്. പച്ചവെളിച്ചത്തിലെ ഉദ്യോഗസ്ഥരാണ് ഈ രാജ്യവിരുദ്ധതകളൊക്കെ ചെയ്തതിന്റെ പേരിൽ പിടിയിലായത്. ഒരു ജ്യോതി മൽഹോത്ര പഹൽഗാമിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ പബ്ലിക്കായിട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് പാകിസ്ഥാന്റെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന വന്നിട്ട് അവിടെ വന്ന് കലിമ ചോദിച്ച് 29 പേരെ കൊന്നത്. അപ്പൊ അവര് എത്രമാത്രം അടുത്തെത്തിയിരിക്കുന്നു. ഇതൊന്നും നടക്കില്ല എന്ന് പറയരുത്. ഒരു പരിധി വരെ
നമ്മുടെ മോദി അല്ല സർക്കാർ ടീച്ചർ പണ്ട് കൂടുതലല്ലായിരുന്നോ? ഉണ്ടായിരുന്നു, വലിയ രൂപത്തിലുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അത് ഞാൻ പറഞ്ഞത് കുറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് കൊണ്ട് പോയ നന്നായിന്നല്ല. ഇല്ല, ഞാൻ സമ്മതിക്കുന്നു സുപ്രു, അതിനകത്ത് ആശങ്ക വേണ്ട എന്നല്ല. അതിന് വേണ്ടുന്ന പ്രിവെൻസ് നമ്മുടെ രാജ്യം സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. ഒരു പക്ഷേ ഇങ്ങനെ പോലും തടയിടാൻ സാധിച്ചിരുന്നില്ലെങ്കിൽ ഇന്ന് ഈ രാജ്യമില്ല. ഇത് തന്നെയാണ് സുപ്രു പറഞ്ഞു വന്നത്, എനിക്ക് മനസ്സിലായി. ഈ സാഹചര്യത്തിലാണ് ചെങ്കോട്ട കേന്ദ്രീകരിച്ച് ഒരു ഭീകരാക്രമണം. ആരൊക്കെയാണ്? ഡോക്ടർമാര്, സർജന്മാര്, പല മേഖലകളിലെയും സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാര്, 10ഉം 12ഉം 14ഉം വർഷം പഠിച്ചത് ഇവർ എന്തിനാ? ഒരു മനുഷ്യനെ എങ്ങനെ പച്ചയ്ക്ക് കൊല്ലണമെന്നാണ് പഠിച്ചത്. 72 പേര് ചേർന്ന് ഇൻസ്റ്റഗ്രാമില്, ടെലഗ്രാമിലെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവര് പഠിച്ച എല്ലാ സ്ട്രാറ്റജിയും ഉപയോഗിച്ച് അവര് റിസിൻ എന്ന് പറയുന്ന ഒരു ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്നു. ഭയങ്കര സൗണ്ട് വരുന്നു സുപ്രു. ഒരു ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്നു. എന്തിനെ? വെള്ളത്തിനകത്ത് കലർത്തി കൊടുത്താൽ മണം, രുചി, അതല്ലെങ്കിൽ നിറം, ഇതിലൊന്നും വ്യത്യാസമില്ലാതെ എങ്ങനെ കാഫിറുകളെ ഇഞ്ചിഞ്ചായി കൊല്ലാമെന്ന് ഇവര് പഠിപ്പിക്കുക. ഇവരെ പിടിക്കപ്പെടില്ലെന്ന് വിചാരിച്ചിട്ടാണോ? അപ്പൊ അവര് പഠിച്ചത് ഡോക്ടർ ആണെങ്കിലും, എഞ്ചിനീയർ ആണെങ്കിലും, പൈലറ്റ് ആണെങ്കിലും, കളക്ടർ ആണെങ്കിലും, അധ്യാപകനാണെങ്കിലും, രാഷ്ട്രീയ കുപ്പായമിട്ട കപട മതേതരനാണെങ്കിലും ശരി, അവരുടെ ഉള്ളിൽ കിടക്കുന്നത് ഈ മത തീവ്രവാദമാണെങ്കിൽ രക്ഷയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർമാരാണെങ്കിലും പ്രൊഫഷണൽമാരാണെങ്കിലും, നമ്മൾ ജേർണലിസ്റ്റുകളെ തന്നെ കണ്ടിട്ടില്ലേ? ഈ രാജ്യത്തിന് വേണ്ടി അല്ലല്ലോ അവർ സംസാരിക്കുന്നത്. ഇത്തരം ചർച്ചകള് സമൂഹത്തിൽ എത്തേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയണം. നമുക്ക് ആശങ്കകളുണ്ട്, നമുക്ക് ഭയമുണ്ട്, ജാഗ്രതയുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭാരതത്തിന്റെ പരമാധികാരത്തിന്റെ പ്രതീകമായ ചെങ്കോട്ടയെ ലക്ഷ്യം വെക്കുമ്പോൾ ഇത് രാജ്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയല്ലേ? സുരക്ഷാ ഏജൻസികൾ ഒരു പക്ഷേ ആ വാഹനത്തിനകത്ത് അത് കണ്ട് 3 കിലോയോളം ഉണ്ടായിരുന്നു സ്ഫോടക വസ്തുക്കൾ. അത് 290 പിടിച്ചിട്ടുള്ളൂ. അപ്പൊ ഒരു പക്ഷേ അത് പിടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ രാജ്യം എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. ആ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന വ്ലോഗർ തീർത്ഥാടക കേന്ദ്രങ്ങൾ കാണിച്ചു കൊടുത്തു. അവർക്ക് സ്വീകരണം കൊടുത്തത് ആരാ? മന്ത്രി റിയാസ. അപ്പൊ ചെങ്കോട്ടയുടെ ചരിത്രം പരിശോധിച്ചാലും, മുംബൈ ഭീകരാക്രമണമാണെങ്കിലും, പഹൽഗാം ആണെങ്കിലും, ഇനി അതല്ല പുൽവാമയാണെങ്കിലും, ഇതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങളാ. ലഷ്കർ ഇ തൊയ്ബ പോലെ, അൽ ഖ്വയ്ദ പോലെ, ഐസിസ് പോലെ, ഹമാസ് പോലെയുള്ള സംഘടനകളുടെ ഫാൻസ് വളർന്നു വരുന്നത് നമ്മുടെ രാജ്യത്തിനകത്താണ്. ഏറ്റവും കൂടുതൽ വളരുന്നത് ഈ കൊച്ചു കേരളത്തിനകത്താണ്. അപ്പൊ ചെങ്കോട്ടയ്ക്കകത്ത് അതിക്രമിച്ച് കയറുന്നു. 3 സൈനികർക്കാണ് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. ഇതിനകത്ത് മുഹമ്മദ് ആരിഫ് അഷ്റഫ് സുപ്രീം കോടതിയിൽ വധശിക്ഷ വിധിക്കേണ്ടി വന്നു. ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇന്ന് ശക്തമായ ഒരു ഭരണ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ആ ഭരണത്തെ പേടിച്ച്, ആ നിയമത്തെ പേടിച്ച് ഒരിക്കലും അവരാരും ഈ കൃത്യങ്ങളിൽ നിന്നൊന്നും പിന്മാറുന്നില്ല. നമ്മൾ പിടിക്കപ്പെടും. ഇപ്പൊ മദ്രസകളിൽ എത്ര കണ്ട് പീഡനം നടക്കുന്നു എന്ന് കരുതി പിടിക്കപ്പെടും, നമ്മുടെ ഫോട്ടോ വരും, നാണക്കേടാകുമെന്ന് വിചാരിച്ച് ഇനി ആരെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടാൽ കയറി പിടിക്കാതിരിക്കുന്നുണ്ടോ? അപ്പൊ അതൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ നാട്ടിൽ ഇനിയും നടക്കും. എല്ലാ മേഖലകളിലും ഈ തീവ്രവാദികൾ കയറി കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഒരു വിധി തന്നെ കണ്ടില്ലേ? കുട്ടികളെ പ്രായമായാൽ മതി, അതായത് അവരുടെ മെച്യൂരിറ്റി പീരീഡ് തെളിയിക്കേണ്ടത് അവരുടെ ആ മെൻസ്ട്രൽ പീരീഡിലാണത്രേ. ഇന്നത്തെ കുട്ടികൾ 9 വയസ്സിലും 10 വയസ്സിലും പ്രായമാകുന്നുണ്ട്. അവരുടെ മെച്യൂരിറ്റി കാണിക്കുന്നുണ്ട്. ആ പ്രായത്തിലൊക്കെ കൊച്ചുങ്ങളെ പിടിച്ച് കെട്ടിക്കാമെന്ന പാകിസ്ഥാൻ പോലും തോറ്റുപോകുന്ന നിയമമല്ലേ സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്? അപ്പോ ഒരു ഡോക്ടർമാരുടെ കൂട്ടായ്മ തീവ്രവാദ സംഘടനകളിൽ പ്രൊഫഷണൽമാരായിട്ടുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ അവര് പഠിച്ച മദ്രസ തീവ്രവാദം, അവര് പഠിച്ച കിതാബിലുള്ള തീവ്രവാദം ഏത് രൂപത്തിൽ ഉപയോഗിക്കുന്നു? പ്രൊഫസർമാർ, ജേർണലിസ്റ്റുകൾ, എഞ്ചിനീയർമാർ ഇവരൊക്കെ ഏത് രൂപത്തിൽ അവരുടെ മേഖലയിൽ ഈ രാജ്യത്തിനെതിരെ ഉപയോഗിക്കുന്നു? ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർ രാജ്യസ്നേഹികളായിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടരായി പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? സുരക്ഷാ ഏജൻസികൾക്ക് ഇവര് നൽകുന്ന വെല്ലുവിളി വളരെ വലുതാണ്. അപ്പൊ ഇത്തരം പ്രൊഫഷണലുകൾ സമൂഹത്തിൽ ലഭിക്കാവുന്ന അവരുടെ ആ റെപ്യൂട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് അവർക്ക് രഹസ്യമായിട്ട് മതതീവ്രവാദം വളർത്താൻ സഹായകമാകുന്നത്. പലരെയും പിടിക്കപ്പെട്ട് കഴിഞ്ഞാലാണ് മനസ്സിലാകുന്നത്, അയ്യോ ഇവൻ ഇങ്ങനെ ആയിരുന്നോ. അപ്പൊ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനും സുരക്ഷിതമായി അവർക്ക് ആശയവിനിമയ മാർഗങ്ങൾ ഒരുക്കാനും ഇത്തരം പ്രൊഫഷണലുകളുടെ അറിവും അവരുടെ സമൂഹത്തിലുള്ള ഒരു വിലയും നിലയും സഹായകമാകുന്നെങ്കിൽ, തീവ്രവാദികൾ അതിനെ നല്ല രൂപത്തിൽ ഉപയോഗിക്കുന്നെങ്കിൽ ഇനിയും അത് കൂടുമെന്നാണ് ഞാൻ പറഞ്ഞത്.
നിയമത്തെ പേടിച്ചോ അതല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്ന് ഭയന്നോ സോഷ്യൽ മീഡിയയെ ഭയന്നോ അതിനൊരു അറുതി വരുമെന്ന് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം വെച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കളും യുവതികളും ഒക്കെ പൊട്ടിത്തെറിക്കാൻ പോയില്ലേ? ഐസിസിലേക്ക് പോയതിൽ ഏറ്റവും കൂടുതൽ ആരായിരുന്നു? മറ്റേ റാഷിദ് അബ്ദുള്ള, അവൻ പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുത്തിരുന്ന ആളാ എം അക്ബറിന്റെ സ്ഥാപനത്തില്. അപ്പൊ ഇവരൊക്കെ തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകൾ എങ്ങനെയാണ് ഇത്തരം മേഖലകളിലേക്ക് കയറുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭരണകൂടവും VD സതീശനെ പോലെയുള്ള ആളുകളുടെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും മതനേതാക്കളോടുള്ള മൃദു സമീപനവും ലക്ഷ്യം വെച്ചിട്ട് ഇത്തരം ഗ്രൂപ്പുകൾക്ക് ശക്തമായ രൂപത്തിൽ ഈ കേരളത്തിൽ വളരാൻ സാധിക്കുന്നു. ബുദ്ധിജീവി തീവ്രവാദം എന്ന അറിയപ്പെടാതെ പോകുന്ന ഒരു തീവ്രവാദം നമ്മുടെ രാജ്യത്ത് പിടിമുറുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ചെങ്കോട്ട പോലെയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു ആക്രമണം പ്ലാൻ ചെയ്താൽ തീവ്രവാദ സംഘടനകൾ പിടിക്കപ്പെടില്ല എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? നിരന്തരം അവര് ഒരു സ്ഫോടന പരമ്പര തന്നെയാണ് അവർ പ്ലാൻ ചെയ്തത് അന്നും. അപ്പോ ഇവര് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളെ ഇതിന് ഉപയോഗിക്കുന്നെന്ന് പറയുമ്പോൾ അവർക്ക് അറിയാത്തത് കൊണ്ടല്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ നുഴഞ്ഞു കയറ്റം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശക്തമായിട്ട് തന്നെ ഈ തീവ്രവാദത്തെ എതിർക്കാൻ കാരണം. അല്ലാതെ അവര് നമ്മളെ വന്ന് ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊന്നും ഞാനും വിശ്വസിക്കുന്നില്ല. ചെയ്യാൻ തീരുമാനിച്ചവൻ സുപ്രു ഏത് കൊട്ടാരത്തിനകത്ത് നമ്മൾ പോയിരുന്നാലും ശരി, ഒരാളെ തീർക്കണമെന്ന് വിചാരിച്ചാൽ തീർക്കുക തന്നെ ചെയ്യും. നമുക്കതിനെ നമ്മൾ മരിക്കരുത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ ഇപ്പൊ ഞാനൊക്കെ ചിന്തിക്കുന്നത് അതാണ്, എന്നെ കൊല്ലാൻ ഒരാളോ ഒരു സംഘമോ വന്നാൽ അതിൽ ഒരുത്തനെയെങ്കിലും തീർക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുപോലെ എത്ര പേർക്ക് ചിന്തിക്കാൻ ധൈര്യം ഉണ്ടാകുമെന്നതൊരു ചോദ്യമാണ്. വിദ്യാഭ്യാസം കൊണ്ടോ നമ്മുടെ രാജ്യത്തെ ശക്തമായ നിയമങ്ങൾ കൊണ്ടോ നടപടിക്രമങ്ങൾ കൊണ്ടോ ഭരണഘടന കൊണ്ടോ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടോ ഈ തീവ്രവാദത്തിന് തടയിടാൻ കഴിയുമോ എന്നതൊരു ചോദ്യമാണ്. ടീച്ചർ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. അതിനുള്ള ഏക ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്ലാം ഉള്ളിടത്തോളം കാലം ഭീകരവാദം ഉണ്ട്. അതെങ്ങനെ? അതാണ് പോയിന്റ് സുപ്രീം, അതാണ് പോയിന്റ്, അതാണ് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്, അതാണ് ഞാൻ ഉദ്ദേശിച്ച പോയിന്റും. ഓക്കെ, അതെ, അത് നമുക്ക് അതിന്റെ വീര്യം എങ്ങനെ കുറച്ച് നമുക്കത് ഇല്ലാതാക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ടീച്ചർക്കറിയാം, ഞാൻ ഇസ്രായേലിലാണ് ജീവിക്കുന്നത്. ഇസ്രായേലിലുള്ള മുസ്ലിങ്ങൾ ഭീകരവാദം ചെയ്യാറില്ല, അത് മുസ്ലിങ്ങളാണ്. അതിന്റെ കാരണം എന്താ പറയുക ടീച്ചർക്ക്? അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ജൂതന്മാരാണ്. 80% ജൂതന്മാരും 20% മുസ്ലിങ്ങളുമാണ്. ഇവർക്ക് വേണമെങ്കിൽ ജൂതനെ കുത്താം, കൊല്ലാം, വിഷം കൊടുത്ത് കൊല്ലാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഇവര് ചെയ്യൂല. അതിന് കാരണം എന്താ പറയുക നിങ്ങൾക്ക്? അതിനെ കൊണ്ടുണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് സ്വപ്നം കാണാൻ വേണ്ടി പോലും സാധിക്കൂല. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റുള്ള ജൂതന്മാർ എന്ന് പറയുന്നത് അതിശക്തമായ സംഘടിതരാണ്. അതിശക്തമായിട്ട് അവർക്ക് സാമൂഹ്യ ബോധമുണ്ട്. അതിനെക്കുറിച്ച് അവരുടെ രാജ്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. ഇവരാരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്കറിയാം. ഇവരുടെ ഖുറാനിൽ ജൂതനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവർക്കറിയാം. അവർക്കറിയാന്നുള്ളത് അവർക്കും അറിയാം. മനസ്സിലായോ? അതിൽ നിന്നിട്ടുണ്ടായ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ നിന്നാണ് ഇസ്രായേലിലുള്ള മുസ്ലിങ്ങൾ ഭീകരവാദ പ്രവർത്തനം ചെയ്യാതെ. അവർ ഭീകരവാദ പ്രവർത്തനം ചെയ്യൂല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഉള്ളോടത്തോളം കാലം ഇത് ത്രട്ട് തന്നെയാണ്, ത്രട്ട് തന്നെയാണ്. ഇതുപോലെ നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകൾ സംഘടിച്ചാൽ, സാമൂഹികപരമായ ഒരു പരിവർത്തനം ഉണ്ടായാൽ നമുക്ക് അതിന്റെ വീര്യം കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇവര് കൊല്ലാൻ വിചാരിച്ചാൽ ആര് ഇവർക്ക് കൊല്ലാൻ നമുക്ക് പറ്റും? അത് ആര് വിചാരിച്ചാലും കൊല്ലാൻ പറ്റുമെന്നുള്ളതാണ് ടീച്ചർ മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാനിലുള്ള ഭീകരവാദികള് ഇന്ത്യയിൽ നിന്ന് ആക്രമണം നടത്തിയിട്ട് അവിടെ പോയി ഒളിച്ചു കുത്തിരിക്കുന്നുണ്ട്. അവരെ ഇന്ത്യ കൊല്ലാൻ വിചാരിച്ചാൽ അവരെയും കൊല്ലാൻ പറ്റും, അവരെ കൊല്ലുന്നുണ്ട്. പിന്നെ ഈ വിഷം കൊടുത്ത് കൊല്ലുന്ന പരിപാടിയൊക്കെ ഇപ്പോഴും പിടിക്കപ്പെടുന്നത്. ടീച്ചർ വിചാരിക്കേണ്ട അത് പണ്ടൊന്നും നടന്നിട്ടില്ല എന്നുള്ളത്. പണ്ട് കോൺഗ്രസ്സുകാരായതുകൊണ്ട് ഇതൊന്നും പിടിക്കപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പിടിക്കപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് ആശങ്ക ഉള്ളത്, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്. പണ്ട് പിടിക്കപ്പെടാറില്ലായിരുന്നു വരെ, ഇവർക്കെതിരെ ആരും ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഇന്നതല്ല, ഇന്ന് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇപ്പം എത്ര ഗോൾ അടിച്ചു എന്നേ ചരിത്രം രേഖപ്പെടുത്തത്തുള്ളല്ലോ. എത്ര ഗോളുകൾക്ക് വഴങ്ങി, എത്ര എണ്ണം തടഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തൂല. അത് ശരിയാണ്. എത്ര എണ്ണം തടഞ്ഞു എന്നുള്ളത് രേഖപ്പെടുത്തൂല. അത് മാത്രമല്ല, ഇത് കോൺഗ്രസ്സുകാരാണ് ലഫ്രി എന്ന് വിചാരിക്കുക.
കോൺഗ്രസ്സുകാര് അടിച്ച ഗോൾ തന്നെ സ്കോർ ബോർഡിൽ എഴുതൂല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ കോയ നടത്തിയ സ്ഫോടനങ്ങളൊക്കെ മറ്റവരുടെ പേരിലാണ് എഴുതാറുള്ളത് എപ്പോഴും. നിങ്ങൾക്കറിയില്ലേ മുംബൈ സ്ഫോടനം നടത്തിയതാരാണ്? RSS ഭീകരവാദികൾ എന്നായിരുന്നു പറഞ്ഞത്. അവർ പുസ്തകം വരെ അടിച്ചിറക്കിയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാർ എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ ഇന്ന് ഒരുപാട് പേരുടെ നിരന്തര പ്രയത്നത്തിന്റെ, ജീവിതം സമർപ്പിച്ചതിന്റെ, ത്യാഗത്തിന്റെ ഒക്കെ ഫലമായിട്ട് ഇന്ന് ഭാരതത്തിൽ അതിശക്തമായ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം അത്ര നിസാരമൊന്നുമല്ല, മനസ്സിലായോ? അത്ര നിസാരമായ ഒരു സംവിധാനമല്ല ഇന്ന് ഭാരതത്തിനുള്ളത്. അത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും നന്നായിട്ട് അറിയാം. പിന്നെ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവര് ചെയ്യുന്ന പരിപാടി ഇത് മെല്ലെ 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 കുറച്ച് വരും. ഇത് കുറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, ഇവർക്ക് ഏസുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് കൂടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവർക്ക് വളമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഇസ്രായേൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കൂടൂല്ല, കുറയൂല, കാരണം അവർക്ക് ബുദ്ധിമുട്ടാവുക, മനസ്സിലായോ? നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് കൂടുന്നുണ്ടെങ്കിലും കുറയുന്നുണ്ടെങ്കിലും വളമാകുന്നു മനസ്സിലാക്കും. ഉദാഹരണത്തിന് പശ്ചിമ ബംഗാൾ എടുത്തു നോക്കുക. പശ്ചിമ ബംഗാളില് മുസ്ലിങ്ങൾ ആക്രമണങ്ങൾ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിന്റെ സഹായവും വളവും കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇനി അത് കുറയും. കാരണം എന്താ? ഭരണം മാറി. ഇനി അത് കുത്താൻ ആഗ്രഹമില്ലാത്തല്ല കോയക്ക് കുത്താനും വിഷം കൊടുത്ത് കൊല്ലാനും ബലാത്സംഗം ചെയ്യാനൊക്കെ ആഗ്രഹമില്ലാണ്ടല്ല, കോയക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സാഹചര്യം മാറിയാൽ നഷ്ടം കൊടുങ്ങും, അതിനെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതാവും. പിന്നെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളെ ഭീകരവാദികളായിട്ട് സൃഷ്ടിക്കാൻ വേണ്ടി പറ്റുമോ, അവർക്ക് ബോംബ് സ്ഫോടനം നടത്താൻ വേണ്ടി പറ്റുമോ, ഇതൊക്കെ അതിന് രാജ്യം അലർട്ടാവുക, മനസ്സിലായി? ടീച്ചർക്ക് ഒരു കാര്യം, പഹൽഗാമില് ആക്രമണം നടന്നു. പഹൽഗാമില് മുണ്ട് പൊക്കി നോക്കിയിട്ട് ആക്രമണം നടന്നിട്ട് ടീച്ചറുടെ ഓർമ്മയില് ഈ സമസ്ത എന്ന് പറയപ്പെടുന്ന ഒരു സംഘടന ഏതെങ്കിലും ഒരു ഭീകരവാദത്തെ അപലപിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷെ പെഹൽഗാമില് 6 ദിവസത്തിന് ശേഷം ഈ സമസ്തയ്ക്ക് അപലപിക്കേണ്ടി വന്നു. അതിന്റെ കാരണം എന്താ പറയുക ടീച്ചറെ? ഈ സ്ഫോടനം ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് ഭീകരവാദികൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത് മുസ്ലിങ്ങളെ നടത്തിയിട്ടുള്ളതാണ് എന്നുള്ള രീതിയിലേക്ക് അവരുടെ ശബ്ദം മാറി. മാറാട് കൂട്ടക്കൊല നടത്തിയിട്ട് ഈ സമസ്ത മിണ്ടിയിട്ടില്ല. ടീച്ചർക്ക് ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ. സമസ്ത മിണ്ടൂലല്ലോ പല കാര്യത്തിനും. ചില കാര്യത്തിന് സമസ്ത മിണ്ടും. സ്റ്റേജിൽ കയറിയാൽ സമസ്ത മിണ്ടും, മനസ്സിലായോ? അന്യമതസ്ഥനെ വിവാഹം ചെയ്തു കൊടുത്താൽ സമസ്ത മിണ്ടും. ഭീകരവാദം നടത്തിയ സമസ്ത മിണ്ടൂല. അങ്ങനെ പല കാര്യത്തിനും സമസ്ത മിണ്ടൂല. അപ്പൊ ഇത് 6 ദിവസത്തിന് ശേഷം സമസ്ത മിണ്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി ഈ രാജ്യത്ത് വന്നുങ്ങാണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ നടത്തിയാൽ മൊത്തം മുസ്ലിങ്ങൾ അതിന് സമാധാനം പറയേണ്ടി വരും. ഏതെങ്കിലും ഭീകരവാദികളാണ് ഞമ്മന്റെ ആൾക്കാരല്ലാന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. തെറിവിളികൾ മൊത്തത്തിൽ സമുദായത്തിനെതിരാണ്. സമൂഹം അങ്ങനെ മാറിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ അവരുടെ മാത്രം എടുത്താൽ പോരാ. ടീച്ചർക്ക് ഒരു കാര്യം, 20 വർഷം മുന്നേ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ചോദ്യം ചെയ്യാനും പറയാനും ഒക്കെ എത്ര ആളുകളുണ്ടായിരുന്നു? ഇന്ന് എത്ര ആളുകളുണ്ട് ഈ രാജ്യത്ത്? ഇന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന എത്ര ആളുകളുണ്ട്? പണ്ട് എത്ര ആളുകൾ ഉണ്ടായിരുന്നു? 20 വർഷം മുന്നേ ടീച്ചർക്ക് ഒറ്റ ആളെ പേരെ കേരളത്തിൽ കേൾക്കാറുണ്ടാവുള്ളൂ, ശശികല ടീച്ചർ. മറ്റേ ഇന്ത്യയിൽ കേൾക്കാണ്ടാവുക ഒരാളെ പേരായിരിക്കുന്നു, പ്രവീൺ ഭായ് തൊഗാഡിയ. ഈ 2 പേരേ ഉള്ളായിരുന്നു. ഇന്ന് സന്നാഹങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് പിടിച്ചു കെട്ടാൻ വേണ്ടി പറ്റാത്ത ലെവലിലേക്കുള്ള സന്നാഹങ്ങൾ ഉണ്ട്. മൊത്തത്തിൽ തെറി കേൾക്കേണ്ടി വരും, സമാധാനം പറയേണ്ടി വരും. ഇപ്പോ ഈ മറ്റേ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ടാറ്റേന്റെ ഇതിലൊക്കെ ഒരു വിഷയങ്ങൾ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് മുസ്ലിങ്ങള് ഇനി ഇങ്ങനത്തെ വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലിക്ക് വെക്കൂല. അതുകൊണ്ട് അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാവും, ഇങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പണ്ട് അത് ഉണ്ടാവാറില്ല. എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, എന്നാലും ചില ഭീകരവാദികൾ ഉണ്ടെന്നായിരുന്നു അവര് തന്ത്രം. പക്ഷെ ഒരു മുസ്ലിം ഭീകരവാദിയാന്ന് മനസ്സിലാവുന്നത് അയാൾ ഭീകരവാദം ചെയ്യുമ്പോൾ മാത്രമാണ്. അതുവരെ അയാൾ ഒരു സാധാരണ മുസ്ലിമാണ്. ഇത് സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്, സമൂഹം അത് പറയാനും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് ടീച്ചറെ പോലുള്ള ആളുകള്, നമ്മളൊക്കെ ടീച്ചറൊക്കെ വീഡിയോകളൊക്കെ കുറെ കേട്ടിട്ടാണ് പല കാര്യങ്ങളും പഠിച്ചത്. ഇപ്പൊ ടീച്ചർക്ക് ക്ലാസ് എടുത്ത് തരാന്ന് പറയുന്നത് ശരിയല്ല, മനസ്സിലായോ? അപ്പൊ അതിനെ കൊണ്ടൊക്കെ വലിയ മാറ്റമുണ്ട്. ടീച്ചറെ പോലുള്ള ആളുകൾ ഇതൊക്കെ പറഞ്ഞത് കൊണ്ടും കുറച്ച് ആളുകൾ അതിന് ധൈര്യം കാണിച്ചത് കൊണ്ടും, ഇപ്പൊ ആരിഫിനെ ആയാലും ശരി, നാസർ ഭായി അങ്ങനത്തെ ആളുകളൊക്കെ ധൈര്യം കാണിച്ചത് കൊണ്ടൊക്കെ ഇതെന്താണെന്നുള്ള സമൂഹത്തിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടാൽ മതി.
എക്സ്പോസ് ചെയ്യപ്പെട്ടാൽ ബാക്കി പരിഹാരം ഉണ്ടോ? ടീച്ചർക്ക് ഒരു കാര്യം ഓർമ്മ ഉണ്ടോ? പണ്ട് രാജ്നാഥ് സിംഗ് അഖിലേന്ത്യാ അധ്യക്ഷനായി നിൽക്കുന്ന സമയത്താണ് രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നത്, ഭീകരവാദത്തിന് മതമില്ല എന്നുള്ളത്. ഭീകരവാദത്തിന് മതമില്ലോലെ BJP-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇറക്കിയിട്ടുള്ള ഒരു പ്രസ്താവനയാണത്. ഇന്ന് BJP-യുടെ ഏതെങ്കിലും ഒരു നേതാവ് ഈ പ്രസ്താവന ഇറക്കൂ ഭീകരവാദത്തിന് മതമില്ലെന്ന്? അതെന്തുകൊണ്ടാ പറയുന്നത്? ഒരു 20 വർഷം ആയിട്ടില്ല ഈ പ്രസ്താവന ഇറക്കിയിട്ട്. സമൂഹം ഒരുപാട് മാറി. ഇന്ന് BJP-യുടെ ഒരു നേതാവ് ആ പ്രസ്താവന ഇറക്കിയാൽ വിവരം ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അത് പല ആളുകളും വായിട്ടലച്ചത് കൊണ്ട് ഉള്ള ഒരു സാമൂഹിക പരിവർത്തനം തന്നെയാണ്. മനസ്സിലായോ? അത് തന്നെയാണ് നമ്മുടെ വിജയവും. അതുകൊണ്ട് കുറെ പരിഹാരമുണ്ട്, കുറെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇതൊരു തെറ്റാണ്. ഇത് പെട്ടെന്ന് ഇല്ലാതെയാവുന്ന ഒന്നല്ല. ഈ ഖുറാനും ഇസ്ലാമും ഉള്ളിടത്തോളം കാലം തന്നെ നമ്മൾ ഇത് കരുതിയിരിക്കേണ്ടി വരും. ഇതിങ്ങനെ തന്നെ പോവുള്ളൂ. ഇതിന് മാറ്റം വരാനുള്ള ഒരു സാധ്യത